السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സാമൂഹിക ന്യൂനതകളെയും ബലഹീനതകളെയും കുറിച്ച് ഒരു ഖുത്ബ നൽകിയിരുന്നു. അതിൽ ഈ ന്യൂനതകളുടെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും അതിൽ നിന്നും ജമാഅത്ത് രക്ഷപ്പെടണമെന്നും പറഞ്ഞിരുന്നു. ഈ വിഷയത്തിന്റെ ആവശ്യം ഇന്നുമുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം ഇന്ന് ഞാൻ അവതരിപ്പിക്കുകയാണ്. ന്യൂനതകളും ബലഹീനതകളും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വ്യക്തിപരമായ ന്യൂനത, ബലഹീനത, മറ്റൊന്ന് സാമൂഹികമായ ന്യൂനതകളും ബലഹീനതകളും. ഇതേപോലെ ഗുണങ്ങളും രണ്ടു തരത്തിലാണുള്ളത്. ഒന്ന് വ്യക്തിപരമായ ഗുണങ്ങൾ, രണ്ട് സാമൂഹികമായ ഗുണങ്ങൾ. വ്യക്തിപരമായ ദോഷങ്ങൾ വ്യക്തികളിൽ കാണാമെങ്കിലും അത് സമൂഹത്തിൽ ഒന്നടങ്കം ഉണ്ടാകില്ല. ഇതേപോലെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വ്യക്തികളിൽ ആ ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും സമൂഹത്തിൽ ഒന്നടങ്കം ആ ഗുണം കാണാൻ കഴിയില്ല. വ്യക്തികൾ തങ്ങളുടെ അറിവും പരിശ്രമവും കാരണം ചില ഗുണങ്ങൾ തങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുന്നു. അതേപോലെ ദൂഷ്യങ്ങളുടെ കാരണങ്ങളും മാർഗങ്ങളും ഓരോ വ്യക്തിയുടെയും അവസ്ഥകളും ചുറ്റുപാടും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നന്മ തിന്മകളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നന്മയും തിന്മയും ദോഷവും ഗുണവും തന്റെ ചുറ്റുപാടിന്റെ സ്വാധീനം കാരണം ഉണ്ടാകുന്നു. അതിനുള്ള ഉദാഹരണം ഇപ്രകാരമാണ്. ഒരു വിത്ത് മണ്ണില്ലാതെ മുളക്കുകയില്ല. അല്ലെങ്കിൽ ഇക്കാലത്ത് പുതിയ തരം കൃഷിരീതി അനുസരിച്ച് ഒരു പ്രത്യേകതരം മണ്ണ് ഉണ്ടാക്കുകയും അതിൽ വെള്ളം ആഗിരണം ചെയ്യാനും വിത്ത് മുളച്ച് വളർച്ച പ്രാപിക്കാനുമുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യുന്നു. വലിയ വലിയ പാത്രങ്ങളിൽ അവ വെക്കുന്നു. വലിയ വലിയ ഹാളുകളിലാണ് ഇങ്ങനെയുള്ള കൃഷികൾ നടക്കുന്നത്. എന്തുതന്നെ ആയാലും ഇവയില്ലെങ്കിൽ
किसी भी बीज വിത്ത് ശരിയാവണ്ണം മുളക്കില്ല. सही इस्तेफादे ഒരു വിത്തിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ मकसद അതിനെ മുളപ്പിച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യം കരസ്ഥമാക്കാനായി उसको जमीन അതിനെ ശരിയായ മണ്ണിലോ മണ്ണ് പോലുള്ള വസ്തുവിലോ के मुयस्सर മുളപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതില്ലാതെ വിത്ത് മുളച്ചാൽ തന്നെ കുറഞ്ഞ കാലത്തിനു ശേഷം അത് ഉണങ്ങി കരിഞ്ഞു പോകും. ഇതേപോലെ തിന്മയും അല്ലെങ്കിൽ നന്മയും जो ദോഷമോ ഗുണമോ കൊണ്ടുണ്ടാകുന്നത് അത് സാഹചര്യത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിനാൽ തിന്മകളും അതല്ലെങ്കിൽ നന്മകളും के बढ़ने में വർദ്ധിക്കുന്നതിന് ചുറ്റുപാടിന്റെ വലിയ സ്വാധീനമാണുള്ളത്. പരിസരത്തിന്റെ സ്വാധീനം जब तक തിന്മകൾക്കും നന്മകൾക്കും പ്രത്യേക കൃഷിയിടം തയ്യാറാക്കാത്തിടത്തോളം കാലം ആ നന്മയും തിന്മയും ये नेकी വളർന്ന് പന്തലിക്കുകയില്ല. എന്നാൽ ചുറ്റുപാടും രണ്ടു തരത്തിലുള്ളതായിരിക്കും. ഒരേ ചുറ്റുപാടിൽ കഴിയുന്ന എല്ലാവരിലും അത് ഒരേ തരത്തിൽ സ്വാധീനം ചെലുത്തണമെന്നില്ല. ഒരു തരത്തിലുള്ള അന്തരീക്ഷം വ്യക്തികളെ സ്വാധീനിക്കുന്നു, എന്നാൽ സമൂഹതലത്തിൽ എല്ലാവരെയും ഒരേപോലെ സ്വാധീനിക്കണമെന്നില്ല. അതിന്റെ ഉദാഹരണം ചില പ്രത്യേകതരം വിളകൾ വിളയിക്കുന്ന മണ്ണിനെ പോലെയാണ്. खास फसलें उग सकें। ഉദാഹരണമായി ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സാഫ്രാൻ അഥവാ കുങ്കുമം ഇത് ഇന്ത്യയിലാണ് വിളയുന്നത്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇതുണ്ടാകുന്നില്ല. അത് കാശ്മീരിൽ ഒരു പ്രത്യേക പ്രദേശത്താണ് ഈ കുങ്കുമപ്പൂവ് സാഫ്രാൻ ഉണ്ടാകുന്നത്. ज़ाफ़रान पैदा होता है। അതാണ് ഏറ്റവും നല്ലത്. പാകിസ്ഥാൻ കർഷകർക്കെല്ലാം അറിയാവുന്നത് പോലെ, അതേപോലെ നെൽകൃഷി നടത്തുന്ന പലർക്കും അറിയാവുന്നത് പോലെ, बहुत सारे लोग जानते हैं। നല്ല സുഗന്ധമുള്ള ബാസ്മതി അരി चावल जैसे കാളർ എന്ന പ്രദേശത്ത് ഏറ്റവും നല്ല ഇനം ഉണ്ടാകുന്നു. മറ്റൊരു പ്രദേശത്തും ഇത്രയും നല്ല ഇനം ഉണ്ടാകുന്നില്ല. കാർഷിക ഗവേഷകർ बड़ी कोशिश भी की ഇത് മറ്റു സ്ഥലങ്ങളിൽ വിളയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അവിടെ ഉണ്ടാകുന്ന അരിക്ക് ലഭിക്കുന്ന ആ നല്ല സുഗന്ധം മറ്റെവിടെയും ഉണ്ടാകുന്നില്ല. ഏതായിരുന്നാലും പ്രത്യേക അവസ്ഥ, പ്രത്യേക വിത്തുകൾക്കായി അള്ളാഹു പ്രകൃതിയിൽ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. मुहैया कर दी, ഈ സ്ഥലങ്ങളിൽ ഇല്ലാതെ जिसके बगैर അതിന്റെ തനതായ ഗുണങ്ങൾ പ്രകടമാവുകയില്ല. फिर जमीन है, മണ്ണും കാലാവസ്ഥയുടെ സ്വാധീനവും എല്ലാം അതിന്റെ അനുകൂല ഘടകങ്ങളാണ്. ഇതേപോലെ മറ്റു ചില കൃഷികൾ, ऐसी हैं ഉദാഹരണത്തിന് ഗോതമ്പ്, ചില ഫലങ്ങൾ, उनके बागात हैं, ഇവ वो ഒരു രാജ്യത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നു. ഉൽപാദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, हो तो हो, എന്നാലും എല്ലാ സ്ഥലത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതേപോലെ നന്മതിന്മകൾ ചില ഘടകങ്ങളുടെ സ്വാധീനം കാരണം സാമൂഹികമായി ഉണ്ടാകുന്നു. അത് മൊത്തം സമൂഹത്തിന്റെ ഉയർച്ചക്കോ താഴ്ചക്കോ കാരണമായി തീരുകയും ചെയ്യുന്നു. വ്യക്തികളുടെ തിന്മകൾ വ്യക്തികളുടെ പരിശ്രമത്താൽ ശരിയാക്കാൻ കഴിയുന്നതാണ്. പരിശ്രമിക്കുകയാണെങ്കിൽ തിന്മകൾ അകറ്റപ്പെടുമെന്ന് മാത്രമല്ല, മറിച്ച് വ്യക്തിപരമായ ഗുണങ്ങൾ करें ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ സാമൂഹിക സ്വാധീനം കാരണത്താൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ या नेकियां ഏതെങ്കിലും ഒരു വ്യക്തിയെ ശരിയാക്കിയാൽ कोशिश
ദൂരീകരിക്കപ്പെടുകയില്ല. കാരണം क्योंकि ഒരു വ്യക്തി മൊത്തം സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മൊത്തത്തിലുള്ള ദൂഷ്യത്തെ ഒരു ഭാഗം മാത്രം നേരെയാക്കിയാൽ ശരിയാവുകയില്ല. മറിച്ച് बल्कि മൊത്തം കേടുവന്നാൽ അതിന്റെ ദോഷഫലം അതിന്റെ ഭാഗമായതിനെയും ബാധിക്കുന്നതാണ്. ഒരു പ്രദേശത്തിലുള്ള ചുറ്റുപാട് തന്നെ ചീത്തയാണെങ്കിൽ ആ ചുറ്റുപാട് കാരണം അവിടെ താമസിക്കുന്ന എല്ലാവരിലും ആ ദൂഷ്യം ബാധിക്കും. ഉദാഹരണത്തിന് മനുഷ്യ ശരീരത്തെ എടുക്കാം. मिसाल ने हम इंसानी जिस्म की ഒരാൾ വിഷം കഴിച്ചാൽ खा ले, ആ വിഷം ये नहीं हो सकता കൈകാലുകളെയും ബുദ്ധിയെയും पाऊं ബാധിക്കില്ല എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അത് മൊത്തം ശരീരത്തെ ബാധിക്കുന്നതാണ്. ഇതേപോലെ നാം കഴിക്കുന്ന ഭക്ഷണം, മാംസവും പഴങ്ങളും എല്ലാം നാം കഴിക്കുന്നു. വിവിധ വസ്തുക്കൾ നാം ഭക്ഷിക്കുന്നു. ഇത് മുഖേന ശരീരത്തിലെ എല്ലാ അംശവും അംഗവും ഫലമെടുക്കുന്നതാണ്. കാരണം ഈ അവയവങ്ങളെല്ലാം മൊത്തം ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അത് വിഷത്തിൽ നിന്നും പങ്ക് കരസ്ഥമാക്കുന്നു, നല്ല ഭക്ഷണത്തിൽ നിന്നും ഫലമെടുക്കുന്നു. ഇതേപോലെ നന്മതിന്മകൾ അത് സാമൂഹിക തലത്തിൽ ഉടലെടുത്തതാണെങ്കിൽ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. അതിനാൽ സാമൂഹിക क्या हो തിന്മകളും നന്മകളും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം സ്വാധീനിക്കുന്നതല്ല. खास फर्द അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ മാത്രം ശരിയാക്കിയത് കൊണ്ട് മൊത്തം സമൂഹം ശരിയായിത്തീരുന്നില്ല. ना बदियों को അതേപോലെ തിന്മകളെ ഈ അടിസ്ഥാനത്തിൽ ദൂരീകരിക്കാൻ കഴിയില്ല, നന്മകളെ വ്യാപിക്കാനും കഴിയില്ല. കാരണം മൊത്തത്തെ ബാധിച്ച വിപത്ത് വ്യക്തികളെയും ബാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ कायदा है कि अगर कुल को फायदा हो മൊത്തം സമൂഹത്തിന് ഫലമുണ്ടായാൽ അതിന്റേതായ ഭാഗത്തിനും ഫലം ലഭിക്കുന്നു. नुकसान पहुंचे മൊത്തത്തിന് നഷ്ടം വന്നാൽ उसको भी नुकसान അതിന്റേതായ ഭാഗത്തിനും നഷ്ടം വരുന്നതാണ്. അതുകൊണ്ട് വ്യക്തികളുടെ തിന്മകൾ तो എന്താണെന്ന് വിലയിരുത്തി അത് തിരിച്ചറിഞ്ഞ് അവ ദൂരീകരിക്കാവുന്നതാണ്. हो सकती है। ഇനി ഒരാൾക്ക് സ്വയം നന്നാവാൻ തോന്നിയാൽ സ്വയം പരിശ്രമിച്ച് कोशिश करके തന്റെ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. എന്നാൽ സാമൂഹികമായ തിന്മകളെ അകറ്റാനായി സമൂഹം ഒന്നടങ്കം ഇക്കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമൂഹം മൊത്തത്തിൽ ആ ദൂഷ്യത്തെ അകറ്റാനായി ഉണർന്ന് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, പരിശ്രമിക്കുന്നില്ലെങ്കിൽ, സമൂഹം മൊത്തത്തിൽ ചികിത്സക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ സമൂഹതലത്തിൽ कौम ആ തിന്മകളും ന്യൂനതകളും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു സമയം വന്നാൽ जब वो कौम അവ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ കാരണമായി തീരും. അതിനാൽ जहाँ ये जरूरी है നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ബലഹീനതകൾ, दूरियों को देखे ദൂഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ആത്മപരിശോധന നടത്തുന്നതോടൊപ്പം कौम സമൂഹം എന്ന നിലക്ക് സമൂഹതലത്തിൽ നമ്മിലുള്ള ന്യൂനതകൾ എന്തെല്ലാമാണെന്നും നാം അന്വേഷിക്കേണ്ടതാണ്. और उनकी അതിനെ ചൂണ്ടിക്കാട്ടപ്പെടണം. തുടർന്ന് സമൂഹം ഒന്നടങ്കം उनका इलाज അതിനെ ദൂരീകരിക്കാനായി ശ്രമിക്കുകയും ചെയ്യണം. ഈ ചികിത്സയിൽ ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് വഹിക്കേണ്ടതാണ്. കാരണം സംയുക്തമായ പരിശ്രമമില്ലാതെ, സംയുക്തമായ രീതിയിൽ ചികിത്സിക്കാതെ നമുക്ക് വിജയം വരിക്കാൻ കഴിയില്ല. പ്രകൃതി നിയമം दुनियावी എന്താണെന്ന് നോക്കുക. ഒരു കർഷകൻ പ്രകൃതി ദുരന്തത്തെ, വെള്ളപ്പൊക്കത്തെ തന്റെ കൃഷിയിടത്തിൽ മാത്രം മതിൽ കെട്ടി അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. അങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതും മറ്റും ഭരണകൂടത്തിന്റെ ജോലിയാണ്. मुश्तरका कोशिश സംയുക്തമായ പ്രവൃത്തി ഭരണകൂടത്തിൽ നിന്നാണ് ഉണ്ടാകുക. ഭരണകൂടം എന്നത് ജനങ്ങൾ
എല്ലാം ഒരുമിച്ച് കൂടുന്നതിനാണ് പറയുക. ഭരണകൂടം ബലഹീനരായാൽ മൊത്തം ജനങ്ങൾക്കാണ് അതിന്റെ നഷ്ടമുണ്ടാകുന്നത്. പാകിസ്ഥാനിൽ കഴിഞ്ഞ വേനലിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ നാം കണ്ടത് ഇതാണ്. എപ്പോഴും നാം ഇത് കാണുന്നു. ചില പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, എന്നാൽ ചിലതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. രക്ഷപ്പെടാൻ കഴിയുന്നതുമുണ്ട്. ചില ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പേ മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്നു. എന്നാൽ ചിലതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും, രക്ഷപ്പെടാൻ കഴിയുന്നതുമുണ്ട്. ചില ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പേ മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ തന്റെ അശ്രദ്ധ കാരണം അതിലേക്ക് ശ്രമിക്കുന്നില്ല. അങ്ങനെ അവർക്ക് നഷ്ടം വരുന്നു. ഏതായിരുന്നാലും സമൂഹത്തിനോ ഭരണകൂടത്തിനോ തങ്ങളുടെ കടമകളെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ നഷ്ടം വരുന്നതാണ്. പല മടങ്ങ് ആ നഷ്ടം വർദ്ധിക്കുന്നതാണ്. ലോകത്ത് പൊതുവിൽ നാം ഇത് കാണുന്നു. അതിനാൽ സാമൂഹികമായ ചിന്ത ഇസ്ലാമിന് അനിവാര്യമാണ്. അഹമ്മദിയ ജമാഅത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു സാമൂഹിക തിന്മകളെ നാം എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് പറയുന്നു. ജമാഅത്ത് ചില വശങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇതിനുള്ള ചികിത്സ ചെയ്യുകയാണെങ്കിൽ നല്ല നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഇതിന് വിവിധ മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങൾ മുഖേന സാമൂഹിക രോഗം എന്താണെന്ന് നിർണയിക്കുന്നതാണ്. രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഒന്നാമത്തെ മാർഗം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അധ്യാപനങ്ങളാണ്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് തന്റെ കടമയായി ഓരോരുത്തരും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൂഷ്യങ്ങൾ, ഈ അധ്യാപനത്തിന്റെ ദൂഷ്യഫലങ്ങൾ, അതല്ലെങ്കിൽ ഈ അധ്യാപനം മൂലം ദൂഷ്യഫലങ്ങൾ ഉളവാകാൻ ഇടയുണ്ടെങ്കിൽ, ചില മതങ്ങളിൽ ഉള്ളതുപോലെ വിദഗ്ധകൾ തുടങ്ങിക്കഴിഞ്ഞാൽ തിന്മകൾ ഉടലെടുക്കാൻ തുടങ്ങുന്നു. ഏതെങ്കിലും മതത്തിൽ തെറ്റായ വിശ്വാസങ്ങൾ, കാര്യങ്ങളുണ്ടെങ്കിൽ ആ മതം അംഗീകരിക്കുന്ന എല്ലാവരെയും അത് ബാധിക്കുന്നതാണ്. സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിൽ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കും. വെറും മതപരമായ നിലയിൽ മാത്രമല്ല, സാമൂഹിക തലത്തിലും സാംസ്കാരിക ജീവിതത്തിലും ദൂഷ്യങ്ങൾ ഉളവാകുന്നതായിരിക്കും. എന്നാൽ മുസ്ലിങ്ങളായ നാം വിശുദ്ധ ഖുർആനെ അള്ളാഹുവിന്റെ വചനമായി മനസ്സിലാക്കുന്നവരാണ്. ഈ അധ്യാപനത്തിൽ ഒരു ന്യൂനതയുമില്ലെന്ന് അടിയുറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് മുഖേന ഒരിക്കലും ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുകയേ ഇല്ല എന്നും വിശ്വസിക്കുന്നു. ഇത് മുഖേന ഒരു തിന്മയും ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അധ്യാപനം അന്യൂനമാണ്. അതിനാൽ ദോഷഫലം ഉണ്ടാവുകയേ ഇല്ല. അതിനാൽ മുസ്ലിങ്ങളിൽ തിന്മകളൊന്നും വരാന് സാധ്യതയില്ല. എന്നാൽ എല്ലാ മുസ്ലിങ്ങളും തിന്മയിൽ നിന്ന് മുക്തരാണോ? നാം നമ്മുടെ ചുറ്റുപാടിലൊന്ന് കണ്ണോടിക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ പൊതുവിലുള്ള അവസ്ഥ നോക്കുമ്പോൾ, അധികം പേരും തിന്മയിൽ മുഴുകിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അതിനാൽ നാം ചിന്തിക്കേണ്ടത് ഖുർആനിൽ ന്യൂനതകളൊന്നും ഇല്ല, ഇതിൽ ഒരു ന്യൂനതയുമില്ലെന്ന് അള്ളാഹു ഇതിൽ സ്വയം പറഞ്ഞിരിക്കുന്നു. ഇത് സർവസമ്പൂർണമായ ശരീഅത്താണ്. വിശുദ്ധ ഖുർആന്റെ അസംഖ്യം പ്രവചനങ്ങൾ പുലരുകയും പുലർന്നുകൊണ്ടിരിക്കുന്നതായും നാം കാണുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം എല്ലാ ന്യൂനതകളിൽ നിന്നും
പരിശുദ്ധമാണെന്ന അള്ളാഹു പറയുന്നതും സത്യമാണ് എന്ന് നാം അംഗീകരിക്കുന്നു. और कामिल और मुकम्मल तालीम ഇതെല്ലാം സത്യമാണെന്ന് നാം അംഗീകരിക്കുന്നു. അപ്പോൾ हम यकीनन सच्चा കുറവ്, ന്യൂനത എവിടെയാണെന്നതാണ് ചോദ്യം. कि फिर അതിന്റെ മറുപടി ഇതാണ്: അത് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ തെറ്റുപറ്റിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ന്യൂനത ഒന്നും ഇല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്നതിലും कोई नक्स नहीं है तो यकीनन നാം പ്രവർത്തിക്കുന്നതിലും അബദ്ധമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ന്യൂനത ഇല്ലേ ഇല്ല. और यकीनन कुरान शरीफ में नक्स नहीं है. അതിനെ മനസ്സിലാക്കുന്നതിലുള്ള തെറ്റ് കാരണമാണ് സമൂഹം തെറ്റിലേക്ക് നീങ്ങുന്നത്. कौम ഈ തെറ്റുകൾ മുമ്പുള്ള ഉലമാക്കൾ ये गलतियां വിശുദ്ധ ഖുർആനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയത് കാരണം ഉണ്ടായതായിരിക്കാം. അതേപോലെ ഇപ്പോഴുള്ള ഉലമാക്കൾ തെറ്റായി മനസ്സിലാക്കിയത് കാരണം ഉണ്ടായതായിരിക്കാം. ഏതായിരുന്നാലും അതിന്റെ പരിണിത ഫലം പ്രത്യക്ഷമാണ്. हाल नतीजा जाहिर है. ഉലമാക്കളും വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളും अब उलमा मुफस्सिरीन അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉള്ളവരാണ്. അത് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ്. എന്നാൽ സമൂഹം പറയുന്നത് लेकिन कौम ഇത് പണ്ഡിതന്മാരുടെ സ്വന്തം കാഴ്ചപ്പാടാണ് എന്നല്ല. കാരണം അവർ ഉലമാക്കൾ പറയുന്നത് അഭിപ്രായമാണ് എടുക്കുന്നത്. അതിനാൽ അവരുടെ പിന്നിൽ അണിനിരക്കുന്നവർ തെറ്റായ കാഴ്ചപ്പാട് കാരണത്താലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനം ചെയ്തത് കാരണത്താലും ഉന്നത അധ്യാപനം ഉണ്ടായിട്ടുകൂടി അതിൽ നിന്നും ഫലമെടുക്കുന്നവരായി മാറിയില്ല. മറിച്ച് നഷ്ടമാണ് അവർക്ക് വന്നു ചേരുന്നത്. नहीं बन सके बल्कि ഇത് കാരണം സമൂഹത്തിൽ തിന്മ വ്യാപിച്ചു. और इस वजह से कौम ചില തെറ്റായ രീതികൾ കടന്നുകൂടി. बाज गलत नजरिया അതിന് रिवाज पा ഇസ്ലാമിക അധ്യാപനവുമായി ഒരു ബന്ധവുമില്ല. जिनका इस्लाम की तालीम से ചുറ്റുപാടിന്റെ സ്വാധീനം അവരിലുണ്ടായി, മറ്റ് മതങ്ങളുടെ സ്വാധീനമുണ്ടായി, സംസ്കാരത്തിന്റെ സ്വാധീനമുണ്ടായി. का असर हो गया, അതിനെ അവർ मदन का असर हो മതത്തിന്റെ ഭാഗമായി തെറ്റിദ്ധരിച്ചു. गया, गलत रंग में ചുരുക്കത്തിൽ ന്യൂനതകൾ സമൂഹത്തിൽ ഉണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹമെന്ന് പറയാം, നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചവരാണ്. हजरत मसीह मौद अलैहिस्सलाम ഈ जमात में शामिल है. പുരാതന രീതികളിൽ നിന്നും യുക്തിശൂന്യമായ തഫ്സീറുകളിൽ നിന്നും आयात या हिकमत നാം रवायात മുക്തരാണ്. या तफासीर का അത് നമ്മളിൽ हम पर असर സ്വാധീനം ചെലുത്തപ്പെടാനും और नहीं होना चाहिए. लेकिन അവസരം നൽകരുത്. എന്നാലും हम पूरे तौर പൂർണമായ രീതിയിൽ पर महफूज നാം സുരക്ഷിതരായിട്ടില്ല. इसलिए नहीं കാരണം മറ്റു പല കാഴ്ചപ്പാടുള്ളവരും ജമാഅത്തിൽ പ്രവേശിക്കുന്നു. അവർ ചില അവസരങ്ങളിൽ ചില കാര്യത്തിൽ സംശയങ്ങളിൽ അകപ്പെടുന്നു. बाज मामलात में അവർ മനസ്സിലാക്കുന്നത് खुशबात में पड़ जाते हैं. ഈ കാര്യത്തെ ഇന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ്. इस तरह भी ചിലപ്പോൾ में कोई പുതുതായി വരുന്ന പണ്ഡിതന്മാർ और बाज दफा അവരുടെ ചിന്തക്കനുസരിച്ച് उलमा വ്യാഖ്യാനിക്കുന്നു. ही अपनी सोच के मुताबिक ഇങ്ങനെ ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ല, വേണ്ടത് തന്നെയാണ്. गो के എന്നാൽ होनी चाहिए. അതിനായി ചില മാനദണ്ഡങ്ങളുണ്ട്. लेकिन ഏതായിരുന്നാലും ഈ തെറ്റ് കാരണം बहरहाल इस गलती की वजह से തെറ്റായ കാഴ്ചപ്പാട് ജന്മമെടുക്കുന്നതാണ്. ഈ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഉലമാക്കൾ इसलिए ഖിലാഫത്തിന്റെയും ജമാഅത്ത് സംവിധാനത്തിന്റെയും കീഴിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടതാണ്. ഏതായിരുന്നാലും का इजहार നാം തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ उमूमन गलत नजरियात പരിശുദ്ധരാണ്. से अल्लाह ताला के എന്നാൽ फजल से पाक തങ്ങളെ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ अपने आप को സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. पाक रखने की അതിന്റെ जरूरत मुस्तकिल तौर पर है രീതി ഇതാണ്: कि हम നാം അനഹ്മദികളുടെ തെറ്റുകൾ എന്താണെന്ന് എപ്പോഴും വീക്ഷിക്കുക. यों की കാരണം हमेशा नजर रखें. അത് മനസ്സിലാക്കിയാലാണ് ആ തെറ്റുകൾ നമ്മിൽ വരാതെ തടയാൻ സാധിക്കുകയുള്ളൂ. अपने अंदर
इन गलतियों को സാമൂഹികമായ ന്യൂനതകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. और कौमी ഇത് കൂടാതെ बच सकते हैं। നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, फिर इस चीज पर भी നമുക്ക് ചുറ്റുമുള്ള गौर करना चाहिए മറ്റു മതങ്ങൾ, कि हमारे इर्द गिर्द മറ്റ് ചിന്താഗതിക്കാർ, मज़हब അവർക്ക് മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, चाहे किसी मजहब से ताल्लुक रखते हैं या नहीं रखते, किसी मजहब അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരിൽ ഏതെല്ലാം സാമൂഹിക ന്യൂനതകളുണ്ടെന്നും നോക്കണം. उनमें कौन कौन से कौमी नकायस हैं। ഈ വൃത്തത്തെ അടുത്ത നാടുകളിലെ ന്യൂനതകൾ നോക്കുന്നതിലേക്ക് വ്യാപിപ്പിക്കണം. ഇപ്പോൾ ലോകം तक भी वसत देनी, വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. बल्कि अब ലോകത്ത് താമസിക്കുന്ന എല്ലാവരും करीब हो गई है, ഇപ്പോൾ അയൽവാസികളെപ്പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. एक दूसरे की हमसाये അതായത് प्यार कर गए हैं, അകലം यानी ഇല്ലാതായിത്തീർന്നിരിക്കുന്നു. മീഡിയകളും അകലം ഇല്ലാതാക്കിയിരിക്കുന്നു. और फिर उसके अलावा മറ്റുള്ളവരുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാവർക്കും വ്യക്തമാണ്. खूबियां और खामियां हमें सब नजर आ जाती हैं। അയൽവാസികളായ നാട്ടിലെ സ്വാധീനം തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. मुल्कों के असर, കുട്ടികൾ ഏതൊരു അന്തരീക്ഷത്തിലാണോ താമസിക്കുന്നത് बच्चे जिस माहौल में रहते हैं, അവരുടെ സ്വാധീനവും കുട്ടികളിൽ ഉണ്ടാകും. इस माहौल का हमसायों का असर മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചാലും माँ बाप चाहे बच्चों को ബലഹീനതകൾ ഉണ്ടാകുന്നത് ചുറ്റുപാടുമുള്ള സ്വാധീനം കാരണമായാണ്. सिखाने के बावजूद भी മറ്റൊരു കാര്യം കൂടി, കുട്ടികൾ സ്കൂളുകളിലും തങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിലുമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതല്ലെങ്കിൽ വീടുകളിൽ ഇക്കാലത്ത് खुद ही ടിവി മുഖേനയുള്ള സുഹൃത്ത് ബന്ധം ലഭിക്കുന്നു. मिल जाते हैं, അത് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം സ്വാധീനിക്കുന്നു. जो बच्चों और बड़ों सब पर ഇതിന്റെ ഫലം नजरअंदाज हो रहे हैं। കുട്ടികൾ മാതാപിതാക്കളുടെ കാര്യം കേൾക്കാൻ തയ്യാറാകുന്നില്ല. മാതാപിതാക്കൾ കുട്ടികളിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നു. माँ बाप खुद भी തങ്ങളുടെ बच्चों से फासले पैदा തിരക്ക് കാരണത്താലും अपनी മറ്റ് കാരണങ്ങളാലും. मसरूफियात की वजह से ചിലർ വീടുകളിൽ या और ടിവി പോലുള്ളത് കാരണം फिर ऐसे भी हैं തങ്ങളുടെ അന്തരീക്ഷത്തെ खुद ही വഷളാക്കുന്നു. इन जरियों से टीवी वगैरह के जरिए से अपने माहौल को खराब कर रहे हैं। അതിന്റെ പരിണിത ഫലം എന്നത് വെളിപ്പെടുന്നുണ്ട്. इसका ये निकल മാതാപിതാക്കൾ रहा है, കുട്ടികളോട് അക്രമം പ്രവർത്തിക്കുന്നു. माँ बाप കുട്ടികൾ पर മാതാപിതാക്കളെ ആദരിക്കുന്നില്ല. और बच्चे माँ बाप അവർ പറയുന്നത് ഈ സമൂഹത്തിൽ, ഈ ചുറ്റുപാടിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും എന്നാണ്. अगर यहाँ आए ഇത് പിന്നീട് करना पड़ेगा। വ്യക്തിയുടെ ന്യൂനതയായി മാത്രം ഗണിക്കപ്പെടുകയില്ല. फर्दी बुराइयां नहीं रहती, ഇത് സാമൂഹിക തിന്മയായി പരിണമിക്കുന്നതാണ്. വീടുകൾ തകർന്നടിയുന്നു. चली जा रही हैं, മാതാപിതാക്കൾ മക്കളുടെ बर्बाद हो रहे हैं। ആത്മീയ കൊലയാളികളും माँ बाप ഭൗതിക കൊലയാളികളുമായി മാറുന്നു. रूहानी कत्ल भी कर रहे हैं और जिस्मानी कत्ल भी कर रहे हैं। പാശ്ചാത്യ സമൂഹം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ मगरबी मुआशरा നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. आजादी के नाम पर ഇത് സാമൂഹിക തിന്മയാണ്. എന്നാൽ ഇതിനകത്ത് और ये कौमी बदी है, ചില അഹമ്മദികളും വന്നുപെടുന്നു. लेकिन इसकी लपेट में ഇത് बाज अहमदी भी आ സമൂഹ തിന്മയായി മാറി इससे വ്യാപിക്കുന്നതിന് മുമ്പേ कि ये कौमी बुराई बने ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചതിനു ശേഷം വീണ്ടും നാം उसी मौत अलैहिस्सलातु ജഹാലത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ हम फिर നമുക്ക് സമൂഹതലത്തിൽ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി നമ്മുടെ പരിശ്രമങ്ങളെ ഊർജിതപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. कोशिश को तेज അതിനാൽ അഹമ്മദിയ ജമാഅത്തിന്റെ എല്ലാ വകുപ്പുകളും जमात ഈ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക. तमाम हिस्से അത് തടയാനുള്ള സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കുക. मनसूबाबंदी करें, ഇതിനെ ഇപ്പോഴേ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് തിന്മയാണ്. अभी से खात्मा നമ്മിൽ ആരെങ്കിലും, അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ, करे कि खुदा ना करे സമൂഹമെന്ന നിലയിൽ हमें പാശ്ചാത്യ നാടുകളിലെ രോഗങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പേ ഇത് ചെയ്യണം. मुल्कों की बीमारियां നാം ലോകത്തെ
हमने दुनिया के ചികിത്സിച്ച് സുഖപ്പെടുത്തും എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റിരിക്കുന്നത്. बीड़ा उठाया। हमने ये ലോകത്തെ ചികിത്സിക്കും എന്ന് നാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ ചികിത്സിക്കുന്നവർ തന്നെ രോഗിയായി തീർന്നാൽ अगर इलाज ലോകത്ത് നിന്ന് വ്യക്തിപരവും സാമൂഹികപരവുമായ തിന്മകൾ ആരാണ് ദൂരീകരിക്കുക? फर्दी और कौमी बुराइयां ഇതേപോലെ മറ്റൊരു കാര്യം മുമ്പിൽ വെക്കേണ്ടത്, ഏതെങ്കിലും സമൂഹത്തിൽ सामने रखकर गौर करना चाहिए। അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ कौम में ചില പ്രത്യേക നന്മകൾ ഉണ്ടായിട്ടുണ്ടാകും, ചില ന്യൂനതകളും ഉണ്ടായിട്ടുണ്ടാകും. पैदा हो सकती हैं। അതിന്റെ ഉദാഹരണം ഹദ്റത്ത് മുസ്ലിമോദ് റളിയല്ലാഹു തആല അൻഹു നൽകിയത് ഇപ്രകാരമാണ്: നമ്മുടെ ജമാഅത്ത് എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല उससे हर जगह फैल ദൂരദേശങ്ങളിൽ ഉള്ളവരുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വ്യാപ്തി കൈവരിച്ചിരിക്കുന്നു. അതോടൊപ്പം ജമാഅത്തിലെ വിശ്വാസം ഇതാണ്: അനഹമ്മദികളുടെ പിന്നിൽ നമസ്കരിക്കരുത് എന്ന്. കാരണം അനഹമ്മദി ഇമാം അള്ളാഹു നിശ്ചയിച്ച ഇമാമിനെ അംഗീകരിക്കാത്തവരും उस इमाम को नहीं माना അദ്ദേഹത്തെ വളരെ നീചമായ വാക്കുകളിൽ ആക്ഷേപിക്കുന്നവരും ആണ്. और ना सिर्फ माना ही नहीं അതിനാൽ അള്ളാഹു നിയമിച്ച ഇമാമിന് നാം ശ്രേഷ്ഠത നൽകുന്നു, मुकर्रर कर ജനങ്ങൾ इमाम पर നിശ്ചയിച്ച ഇമാമിനേക്കാൾ. मुकर्रर करदा इमाम അതുകൊണ്ട് जी नहीं दे सकते। നാം അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നില്ല. इसलिए हम उनके पीछे പൊതുവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ अब उमूमन ജമാഅത്തിന് അവരുടേതായ കേന്ദ്രമുണ്ട്, പള്ളികളുണ്ട്. के सेंटर അഹമ്മദി അവിടെ ജമാഅത്തായി നമസ്കരിക്കുന്നു. जहां अहमदी बाजमात नमाज എന്നാൽ ചില പ്രദേശങ്ങളിൽ लेकिन ഒന്നോ രണ്ടോ അഹമ്മദി വീടുകൾ മാത്രമുള്ളതായിട്ടുണ്ട്. जहां അതിനാൽ അവർ വീടുകളിൽ നമസ്കരിക്കുന്നു. अहमदियों के हैं, इसलिए वो അവർ ഒരുമിച്ച് ചേർന്ന് നമസ്കരിക്കുന്നതിന് പകരം ഒറ്റക്കൊറ്റക്കായി നമസ്കരിക്കുന്നു. വീടുകളിൽ ജമാഅത്തായ നമസ്കാരം അനുഷ്ഠിക്കണമെന്ന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. घरों में भी बाजमात ചിലർ പറയാറുള്ളത് कोई हर्ज नहीं। या बात തിരക്കാണ്, इस बात पर അതിനാൽ ഒറ്റക്ക് നമസ്കരിക്കും. मसरूफियत है, ചിലർ अपनी नमाज अलहदा ജോലി തിരക്ക് കാരണം നമസ്കാരം ജംആക്കുന്നു. काम की मसरूफी की वजह से, ഇവ എല്ലാറ്റിനും കാരണം तो ये सारी वजूहात മസ്ജിദിൽ പോകുന്നതിന്റെ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ്. मस्जिद അടുത്തുള്ള അനഹമ്മദി മസ്ജിദുകളിൽ നമുക്ക് പോകാനുള്ള അനുവാദവുമില്ല. गैरमदियों की मस्जिद है, ചില പ്രദേശങ്ങളിൽ इसमें हमें जाने की इजाजत नहीं। बाज इलाकों में അതേപോലെ മറ്റു പല കാരണങ്ങളും ഉണ്ടാകും. या और बाज दूसरी वजूहात हैं। അഹമ്മദികൾ इसकी वजह से നമസ്കരിക്കും ഏതായിരുന്നാലും, എന്നാൽ അത് വീട്ടിലായിരിക്കും. लेते हैं। ജമാഅത്തായ നമസ്കാരത്തിൽ പൊതുവിൽ ശ്രദ്ധയില്ല. और नमाज बाजमात की तरफ उमूमन तवज्जो नहीं है। അതല്ലെങ്കിൽ നമസ്കാരം ജമ്മാക്കി भी है कि नमाज നമസ്കരിക്കുന്നു, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. ഈ കാര്യങ്ങൾ പലപ്പോഴായി ഉപദേശിച്ചിട്ടും बावजूद तवज्जो दिलाने के ജമാഅത്തായ നമസ്കാരത്തിൽ വലിയ വിഭാഗം ആളുകൾ താൽപര്യം കാണിക്കുന്നില്ല. नमाज के लिए एक बड़ी तादाद ഇത് को ज़ौक़ व शौक नहीं है। ഇപ്പോൾ സാമൂഹിക തിന്മയായി गोया ये एक പരിണമിച്ചിരിക്കുകയാണ്. അതിനാൽ ഈ രോഗത്തിന് നല്ല ചികിത്സ അനിവാര്യമാണ്. शिद्दत से इलाज ഇത് വ്യക്തിപരമായ ന്യൂനതയല്ല, അതായത് ഇന്ന വ്യക്തി ജമാഅത്തായ നമസ്കാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത്. कि फलां शख्स मस्जिद में बाजमात नमाज पढ़ने അശ്രദ്ധ ഇക്കാര്യത്തിൽ ഉള്ളത് കാരണം जिस तरह अज़्म तवज्जुही का इजहार हो रहा है, ഇത് സാമൂഹിക ന്യൂനതയായി മാറിയിരിക്കുന്നു. कौमी बीमारी അവസ്ഥകൾ കാരണം इख्तियार कर रही है चीज। സൗകര്യങ്ങൾ ജമാഅത്തായ നമസ്കാരത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണിക്കുകയാണ്. नमाज बाजमात की अहमियत को कम कर दी है। അഹമ്മദികൾ വീടുകളിൽ നമസ്കരിക്കുന്നു എന്നത് ശരി തന്നെ. अहमदी അതിൽ പലരും വളരെ ഭക്തിയോടും नमाज ऐसे भी हैं, बहुत से കരഞ്ഞുകൊണ്ടും നമസ്കരിക്കുന്നുണ്ടാകും, बड़े നമസ്കരിക്കുന്നു. गिरिया उदारी से गिड़गिड़ाकर नमाजें पढ़ते हैं, മറ്റു മുസ്ലിങ്ങളിൽ जबकि ഭൂരിപക്ഷവും ഇത്ര ശ്രദ്ധയോടെ നമസ്കരിക്കുന്നുണ്ടാവുകയില്ല. ऐसी तवज्जो അവർ नमाज न पढ़ते हों। या ബാഹ്യമായി കാണിക്കാനാണെങ്കിൽ
वो चाहे തന്നെയും മസ്ജിദിൽ പോയിട്ടാണ് നമസ്കരിക്കുന്നത്. मस्जिद में जाकर नमाज जरूर पढ़ते हैं। അനഹ്മദികൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന പ്രവണത तो വർദ്ധിച്ചു വരുന്നതായി പാകിസ്ഥാനിൽ നിന്നും മറ്റു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. बहुत ज्यादा बढ़ गया। അവർ അവിടെ നമസ്കാരം ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. नमाजें तो जो से पढ़ते തീർച്ചയായും അവരവിടെ പോകുന്നു. അവിടെ പോയി ജമാഅത്തിനെതിരിൽ മോശമായ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. അത് കാരണം അവരിൽ വിദ്വേഷം വർദ്ധിക്കുകയും ചെയ്യുന്നു. തിന്മകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്, അത് അവര് പള്ളിയിൽ പോകുന്നു എന്നതാണ്. चीज है, നാം മസ്ജിദിൽ പോകുന്നത് मस्जिद में जाते हैं। തിന്മകൾ അകറ്റാനാണ്. मस्जिद में अगर जाए അവരുടെയും നമ്മുടെയും പോക്കിൽ വലിയ അന്തരമുണ്ട്. എന്നാൽ അവർക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധ ഉണ്ട്, लेकिन നമുക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധ കുറവാണ്. और हमारी അതിനാൽ बहुत कम। നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മസ്ജിദുകളെ നിറക്കേണ്ടത് യഥാർത്ഥ വിശ്വാസികളാണ്. मस्जिदों को आबाद കാലഘട്ടത്തിന്റെ ഇമാമിനെ അംഗീകരിച്ചവരാണ് യഥാർത്ഥ വിശ്വാസികൾ. और हकीकी मोमिन वही അതല്ലാതെ इमाम को मानना। ഇബാദത്തിന്റെ പേരിൽ ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരല്ല. इबादत के नाम पर फितना സമൂഹം എന്ന നിലയിൽ പള്ളിയിൽ പോയി मिन हसल कौम നമസ്കരിക്കാതിരിക്കുന്നതും നമസ്കാരം ജമ്മാക്കുന്നതുമായ ന്യൂനത കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. मजीद ഇത് കാരണം और इम्कान उस वक्त കുട്ടികളുടെ മനസ്സിലും जब हम ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. के बच्चों के जहनों में ചില കുട്ടികൾ മാതാപിതാക്കളുടെ അവസ്ഥ കണ്ട് ഇപ്രകാരം പറയാൻ തുടങ്ങിയിട്ടുണ്ട്, देखकर അതായത് ആകെ ഒരു ദിവസം 3 നമസ്കാരമാണുള്ളതെന്ന്. 5 എന്ന് പറഞ്ഞാൽ അവർ പറയും, 3 നേരം നമസ്കരിക്കുന്നതല്ലേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾ കണ്ടത്. हमने तो अपने माँ बाप അതിനാൽ 3 नमाज ഇക്കാര്യത്തിൽ എല്ലാ സ്ഥലത്തും ചിന്തിക്കുക, പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അല്ല എങ്കിൽ और मनसूबा വരും തലമുറയിൽ ഇത് സാമൂഹിക തിന്മയായി മാറും. ചുറ്റുപാടും കണ്ണോടിച്ചു നോക്കുക, എന്നിട്ട് വ്യാപകമായ രീതിയിൽ हॉल पर नजर डाल പദ്ധതികൾ ആവിഷ്കരിക്കുക. हम ഇന്ന് ലോകത്തിന്റെ അവസ്ഥ നോക്കുക. ദൈവത്തിൽ നിന്നും മതത്തിൽ നിന്നും അകലുകയാണ്. നാം ശക്തമായ രീതിയിൽ പരിശ്രമിക്കുന്നില്ലെങ്കിൽ വിവിധ തിന്മകൾ നമ്മിൽ കടന്നുകൂടും. तो मुख्तलिफ किस्म की ഒരു തിന്മയ്ക്ക് ശേഷം മറ്റൊരു തിന്മ കടന്നുകൂടും. एक മതത്തിന്റെ പേര് മാത്രം അവശേഷിക്കും, ആത്മാവുണ്ടാവുകയില്ല. नाम का दीन रह जाएगा, रूह नहीं रहेगी। ഏതെങ്കിലും പ്രദേശത്ത് പകർച്ചവ്യാധി വ്യാപിച്ചാൽ इलाके में ഉടനെ അത് തടയാനായി നാം ശ്രമിക്കുന്നു. बीमारी की सूरत हो പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. जाते हैं ആത്മീയ രോഗത്തിന്റെ उनके तौर पर അപകടത്തെ ഇല്ലാതാക്കാനായി നമുക്ക് എന്തുമാത്രം പ്രയത്നം ചെയ്യേണ്ടതായി വരും. के लिए इनको दूर करने के लिए ഈ സമൂഹത്തിൽ താമസിച്ചുകൊണ്ട് कोशिश करनी चाहिए। ഞാൻ പറഞ്ഞതുപോലെ इस मुआशरे में ഇപ്പോൾ ലോകം ഒന്നായി മാറിയിരിക്കുന്നു. തിന്മകളും പാപങ്ങളും अब तो दुनिया एक हो गई है പടർന്നു പിടിക്കുകയാണ്. और बुराइयों की അത് ദൂരീകരിക്കാൻ मुतअद्दी मरज के लिए മുമ്പത്തേക്കാൾ ഉപരി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. तो फिर और भी ज्यादा कोशिश की जरूरत है। പ്രതിരോധ മരുന്നുകൾ നാം ചെയ്യുന്നു. जो हिफ्ज़ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നാം എടുക്കുന്നു. അങ്ങനെയുള്ളവർ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ രക്ഷ പ്രാപിക്കുന്നു. बीमारियों से അതിനാൽ ज्यादा महफूज रहते हैं। ആത്മീയ രോഗങ്ങളിൽ നിന്നും आपको തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനായി ഞാൻ പറഞ്ഞതുപോലെ എല്ലാ തലത്തിലും സാമൂഹിക ചിന്തയോടുകൂടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. सोच के साथ हिफ्ज़ തെറ്റായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും उन गलत പണ്ഡിതർ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം जो उलमा ने സമ്പൂർണ്ണ അധ്യാപനമുണ്ടായിട്ടും मुसलमानों का एक बहुत മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗം വഴികേടിലായി. അതിനാൽ നാം उनके गुमराह हो നമ്മുടെ ഇസ്ലാഹ് വരുത്തിക്കൊണ്ട് തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ കൂടുതൽ പരിശ്രമിക്കണം. मुश्किल तौर पर गुमराही से बचने के लिए ചില ഉദാഹരണങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. എവിടെയെല്ലാം चंद मिसालें मैंने दी മറ്റ് മുസ്ലിങ്ങളിൽ ന്യൂനതയുണ്ട്, कि कहाँ कहाँ അങ്ങനെ അവർ വഴികേടിലായി, ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കും? गुमराह हुए। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെ
അറിയേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്. अमल करना भी കാലത്തിന്റെ കുത്തൊഴുക്കിൽ हालात के साथ നമ്മെയും ഒഴുക്കരുത്, മറിച്ച് അവസ്ഥകളെ നമ്മുടെ അധ്യാപനവും അനുസരിച്ച് മാറ്റുകയാണ് വേണ്ടത്. हालात को अपनी तालीम के मुताबिक ഖിലാഫത്തുമായി ബന്ധം ശക്തിപ്പെടുത്തേണ്ടതാണ്. ഇക്കാലത്ത് के साथ ताल्लुक MTA-യും ജമാഅത്തിന്റെ വെബ്സൈറ്റും मानने में അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. और जमात की वेबसाइट അതുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതാണ്. फरमाई है। അതല്ലാതെ മോശമായ കാര്യങ്ങൾ കാണലല്ല. ഇത് മുഖേന इसके വിശുദ്ധ ഖുർആന്റെ ശരിയായ പാഠം इस जरिए से हकीकी कुरानी तालीम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിജ്ഞാന സാഗരം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. യഥാർത്ഥ ഇസ്ലാമി അധ്യാപനം ഇത് മുഖേനയാണ് ലഭിക്കുന്നത്. जरियों से ये हकीकी इस्लामी तालीम അതിനാൽ ഇതോടൊപ്പം ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടതാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: വിശുദ്ധ ഖുർആൻ പോലുള്ള बात हमें याद ഒരു ഗ്രന്ഥം മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. मानों को എന്നിട്ടും कुरान करीम അവരിൽ പല തെറ്റുകളും കടന്നുകൂടി. അത് കാരണം അവരിൽ ചില പ്രത്യേക രോഗങ്ങൾ കടന്നുകൂടി. से उनमें ഏറ്റവും വലിയ കാര്യം राज का पैदा हो അവരിൽ സാമൂഹിക തിന്മകൾ चुनाचे जो सबसे बड़ी बात പരത്താൻ കാരണമായത് पैदा करने का बायस വിശുദ്ധ ഖുർആൻ സർവ്വസമ്പൂർണമായ ഗ്രന്ഥമാണെന്ന വിശ്വാസമാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് എന്നതാണ്. ആരംഭം മുതൽ അവസാനം വരെയുള്ള മാനവരാശിയുടെ ഹിദായത്തിന് ഇത് കാരണമാണ് എന്നുള്ളതാണ്. हिदायत का मूजिब है। ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ बस इन बातों से बजाय വിശുദ്ധ ഖുർആന്റെ ശ്രേഷ്ഠതയെ ന്യൂനതയായി कि इस वजह से പറയുകയാണോ എന്ന് തോന്നിപ്പോകും. की खूबी എന്നാൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ क्योंकि उसके बाद ഇവയെല്ലാം गलत असर हुआ कायम വിശുദ്ധ ഖുർആന്റെ गौर से ശ്രേഷ്ഠത തന്നെയാണ്. എന്നാൽ തെറ്റായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയത് കാരണം मगर മുസ്ലിങ്ങളിൽ तौर पर വലിയ ഒരു ന്യൂനത കടന്നുകൂടി. मुसलमानों में വിശുദ്ധ ഖുർആൻ बहुत बड़ा സമ്പൂർണ്ണ ഗ്രന്ഥമാണെന്നതിൽ സംശയമില്ല. शुबा नहीं അതേപോലെ करीम ഖിയാമത്ത് നാൾ വരെയുള്ളവർക്ക് ഹിദായത്ത് നൽകുന്ന ഗ്രന്ഥമാണെന്നതിലും സംശയമില്ല. क़यामत तक के लिए ഇതിൽ എല്ലാത്തരം ഉന്നതമായ അധ്യാപനങ്ങളും അടങ്ങിയിട്ടുണ്ട്. इसमें तमाम आला എന്നാൽ कर दी गई है അല്ലാഹു തആല कि മനുഷ്യ ബുദ്ധിയുടെ സൃഷ്ടാവാണ്. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാനുള്ള ശീലമില്ലെങ്കിൽ था അത് दिमाग മരവിച്ചു പോകും എന്നും അവനറിയാം. अगर उसे सोचने की आदत न डाले അതിന് പുരോഗമിക്കാനുള്ള അവസ്ഥ പിന്നീട് ഉണ്ടാവുകയില്ല. और इसमें അതിനാൽ ഖുർആൻ അവൻ സമ്പൂർണമാക്കി എങ്കിലും അവൻ നൽകിയിരിക്കുന്ന ഓരോ കൽപ്പനയുടെയും ഒരു ഭാഗം മനുഷ്യബുദ്ധിക്കായി വിട്ടുകൊടുക്കുകയുണ്ടായി. ചില അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കി. അത് വ്യക്തമാണ്. कुछ रसूल बने ചില കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ച് മനസ്സിലാക്കണം. ऐसी बात അങ്ങനെ മനുഷ്യൻ സ്വയം ഇത് അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ മനുഷ്യന്റെ കഴിവ് മരവിച്ചു പോകാൻ പാടില്ല. ताकि इंसान का दिमाग വിശുദ്ധ ഖുർആൻ नकारा न हो जाए। इसलिए कुरान करीम ऐसे अल्फाज അതിൽ ഇറക്കപ്പെട്ട വചനങ്ങളിൽ നാം ചിന്തിച്ചാൽ नादिल किए गए ആത്മജ്ഞാനത്തിന്റെ അഗാധ തലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. मारफ इतला എല്ലാവർക്കും തുല്യമായ ഗുണമെത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ वरना വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി തുറന്ന വിഷയമായിരിക്കും അവതരിപ്പിക്കുക. ഓരോ വ്യക്തിയും ചിന്തിച്ചാലുമില്ലെങ്കിലും ഈ വിഷയങ്ങളെല്ലാം हाँ गौर മനസ്സിലാക്കിയേനെ. ये ना करता ഇതിൽ നിന്നും ദൈവിക ഇച്ഛ മനസ്സിലാകുന്നത് മനുഷ്യബുദ്ധി इससे इलाही ഒരിക്കലും ही है മരവിച്ചു പോകരുത്. അത് ചിന്തിക്കാത്തത് കാരണം അതിന്റെ വളർച്ച മുരടിച്ചു പോകാൻ പാടില്ല. ना सोचने की वजह എന്നാൽ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് से रुक न जाए ഇതിന് ചില നിയമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ कि इसके कुछ रसूल ഇതിന് വഴികാട്ടാനായി ഈ കാലത്ത് और इस जमाने ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം के लिए നമുക്ക് പല തത്വങ്ങളും പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. സ്വയം വ്യാഖ്യാനങ്ങൾ നൽകി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നാം മുമ്പിൽ വെക്കേണ്ടതാണ്. അതനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ പുതിയ പുതിയ ആശയങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. मुताबिक कुरान करीम के में से जो नए नए निकात जो तलाश करना चाहिए മറ്റു മുസ്ലിങ്ങളെപ്പോലെ പഴയ തഫ്സീറുകളെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ अगर से വാഗ്ദത്ത മസീഹ് വഴികാട്ടിയ ആത്മജ്ഞാനങ്ങൾ നമുക്ക് മുമ്പാകെ തുറക്കുകയില്ല.
जिनकी हज़रत मसीह मौऊद अलैहिस्सलाम ने रहनुमाई ഇക്കാലത്ത് അനഹമ്മദികളിൽ മുഫസ്സിറുകളാകുന്ന ഡോക്ടർമാരും പണ്ഡിതന്മാരും ഉണ്ട്. डॉक्टर हैं उलमा അവരും ജമാഅത്തിന്റെ സാഹിത്യങ്ങളും തഫ്സീറുകളും വായിച്ചാണ് അത് ചെയ്യുന്നത്. ചിലർ തഫ്സീർ കബീർ വായിക്കുന്നു. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ എല്ലാം ഉണ്ട്. എന്നാൽ इसमें कोई शक नहीं, ഇത് വായിച്ച് तो सब कुछ है, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, इसको पढ़कर ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് और इस पर ഹിദായത്ത് ലഭിക്കുന്നത്. के मुताबिक ഒരു കാര്യം മാത്രമെടുത്ത് हिदायत नसीब होती है। ഹിദായത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എല്ലാ കാര്യവും പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരേണ്ടതാണ്. സാമൂഹികവും വ്യക്തിപരവുമായ ന്യൂനതകൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നതാണ്. ഈ ഗ്രന്ഥത്തിൽ അല്ലാഹു തആല അവസാന കാലത്ത് വരുന്നവർക്ക് പാഠം നൽകുന്നതിനായി, അവരുടെ ചിന്തകളെ വികസിപ്പിക്കുന്നതിനായി, അവർക്ക് വഴികാട്ടുന്നതിനായി, വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നതിനായി തന്റെ ഒരു വശിഷ്ഠദാസനെ അയക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. अपना एक रिश्ता എന്നാൽ ചിന്തിക്കുന്നവർക്ക് ये ऐलान फरमाया, लेकिन ഉലമ എന്ന് പറഞ്ഞിട്ടും അജ്ഞരായിരിക്കുന്നവർ उलमा को कहलाकर भी അള്ളാഹു അയച്ച വ്യക്തിയെ നിഷേധിക്കുന്നവരായി മാറുന്നു. खुदा ताला के भेजे हुए के ഇത് കാരണം വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനത്തിൽ നിന്നും അവർ അകറ്റപ്പെട്ടിരിക്കുന്നു. അജ്ഞതയിൽ മുങ്ങിത്താണ് വിശുദ്ധ ഖുർആനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇസ്ലാമിന്റെ ഗുണങ്ങളെ പ്രകടമാക്കുന്നതിന് പകരം അതിനെ അപകീർത്തിപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതിനാൽ ഈ മുസ്ലിങ്ങളുടെ ഈ പ്രവർത്തനം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരും ചിന്തിക്കുന്നവരുമാക്കി നമ്മെ മാറ്റേണ്ടതാണ്. നാം വെറും ബാഹ്യത്തിൽ മാത്രം ആശ്രയിക്കുന്നവരായാൽ कि हम सिर्फ പോരാ, മറിച്ച് ഇസ്ലാമിന്റെ അധ്യാപനത്തിന് മനസ്സിലാക്കി ഓരോ തിന്മയെയും സാമൂഹിക തിന്മയായി മാറുന്നതിന് മുമ്പേ അകറ്റുന്നവരായി മാറണം. ഓരോ നന്മയെയും സാമൂഹിക നന്മയാക്കി മാറ്റി മൊത്തം ജമാഅത്തിൽ അത് നടപ്പിൽ വരുത്തുന്നവരായി മാറണം. पूरी जमात में इसको എപ്പോഴും തിന്മ വ്യാപിക്കാത്ത നന്മകൾ മാത്രം വ്യാപിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരും അത് തലമുറയായി കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. बदियां ना फैलें बल्कि അള്ളാഹു और नेकियां पैदा हों। നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. अल्लाह ताला हमें इसकी तौफीक अता फरमाए। നമസ്കാരത്തിന് ശേഷം ഇന്ന് 2 नमाज के बाद ഹാലിർ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്, 2 ഗായിബ് ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. മുക്കറമ ഹാലിർ ജനാസ റളിയ മുസറത്ത് ഖാൻ സാഹിബ, हाजिर जनाजों में से ഓസ്ലോയിലെ അബ്ദുൽ ലത്തീഫ് സാഹിബ് एलियम को അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹം സെക്രട്ടറി റിഷ്തനാത്തയാണ്. 11 ഫെബ്രുവരി 2015 വഫാത്തായി. 11 फरवरी 79 വയസ്സിൽ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 79 साल की उम्र പരേത മുഹമ്മദ് സൂർ ഖാൻ സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരുമകളും സുബേദാർ കരംബഖ് സാഹിബിന്റെ മകളുമായിരുന്നു. 1962 ഇംഗ്ലണ്ടിൽ വന്നു. 1975 2 വർഷം സദർ ലജ്ന ഓസ്ലോ, പിന്നീട് ലജ്ന സിയാഫത്ത് സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. लंबा अरसा हौसलों में लजना की അതിഥികളെ കൂടാതെ ജമാഅത്തി പ്രോഗ്രാമിൽ തന്റെ ടീമിനോടൊപ്പം ആതിഥ്യമരുളിയിരുന്നു. प्रोग्राम के मौके पर ഓസ്ലോയിൽ അഹമ്മദീയ കുട്ടികളെ കൂടാതെ അനഹമ്മദീയ കുട്ടികളെയും വിശുദ്ധ ഖുർആൻ अहमदी बच्चों के अलावा നാസിറ പഠിപ്പിച്ചു. आपके बच्चों को भी സൽപ്രകൃതക്കാരിയും नाजरा पढ़ा। സൽക്കാരപ്രിയയും ആയിരുന്നു. आप इंतहाई खुश ഖിലാഫത്തിനോട് നല്ല ആത്മാർത്ഥ സ്നേഹമായിരുന്നു. കുട്ടികളെ നല്ല രീതിയിൽ തർബിയത്ത് ചെയ്ത് വളർത്തി. इखलास वफा का ताल्लुक കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ ദീനീ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. किसी न किसी रंग में आपके बच्चे ഭർത്താവ് കൂടാതെ 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളും आपके शौहर के अलावा അവർക്കുണ്ട്. സയ്യിദ് ഖാൻ സാഹിബ് സദർ ജമാഅത്ത് ഓസ്ലോയാണ്. നായിബ് അഫ്സർ ജൽസ സാലാനയുമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അള്ളാഹു മർഹൂമയുടെ പദവി ഉയർത്തട്ടെ. രണ്ടാമത്തെ ജനാസ അസീസം ഹാമിദ് ഷിറാസ് സാഹിബിന്റേതാണ്. ഷാഹിദ് മഹ്മൂദ് സാഹിബിന്റെ മകൻ മോർഡൻ സൌത്ത് 12 ഫെബ്രുവരി 2015 ക്യാൻസർ രോഗം കാരണം 29 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. साल की उम्र में वफात पा गए। മിസ്ത്രി ഹസൻ ദീൻ സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് हसन दीन साहब इल्तजान हो मरहूम इनके पड़दादा ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ. അത് ഹക്കീം ജലാലുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉമ്മയുടെ വലിപ്പയാണ്. തന്റെ ഹൽക്കയിൽ ഖിദമത്തെ ഹൽക്ക്, അതുപോലെ തന്നെ ജൽസ സാലാനിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി എല്ലാം ചെയ്തിരുന്നു. നല്ല യുവാവായിരുന്നു.
മാതാപിതാക്കൾ കൂടാതെ ഭാര്യയും 2.5 വയസ്സുള്ള കുട്ടിയും പിൻഗാമികളായിട്ടുണ്ട്. ക്യാൻസർ ആയിരുന്നു. വളരെ ദീർഘകാലം ഈ വേദന തിങ്ങുന്ന രോഗം പുഞ്ചിരിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. എന്റെ അടുത്തും രോഗം മൂർച്ഛിച്ചപ്പോൾ വരുമ്പോഴൊക്കെ പുഞ്ചിരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. നല്ല പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തോട് മഗ്ഫിറത്ത് ചെയ്യട്ടെ, തന്റെ റഹ്മത്തിന്റെ പുതപ്പിൽ പുതക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടിയെയും തന്റെ കാരുണ്യത്തിൽ വെക്കട്ടെ. അവർക്ക് ക്ഷമ നൽകട്ടെ. മാതാപിതാക്കൾക്കും ക്ഷമയും ധൈര്യവും നൽകട്ടെ. ജനാസ ഗായിബ് മുക്കറം അൽഹാജ് റഷീദ് അഹമ്മദ് സാഹിബ്, അമേരിക്ക, 7 ഫെബ്രുവരി 2015 വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 91 വയസ്സായിരുന്നു പ്രായം. അമേരിക്ക പട്ടണത്തിലെ സെന്റ് റോയിസിൽ 1923 ജനിച്ചത്. 1947 ബയ്യത്ത് ചെയ്ത് അമിതത്തിൽ പ്രവേശിച്ചു. ബയ്യത്ത് ചെയ്തതിനു ശേഷം 2 വർഷത്തിന് ശേഷം 1949 മതപഠനത്തിനായി റബുവയിൽ പോയി. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. ജാമിയയിൽ 5 വർഷം പഠിച്ചു. മുബല്ലിഗായി നിയമിക്കപ്പെട്ടു. പാകിസ്ഥാനിൽ താമസിച്ച കാലത്ത് ഉറുദു, പഞ്ചാബി ഭാഷകളിൽ നല്ല നൈപുണ്യം കരസ്ഥമാക്കി. അമേരിക്കയിൽ നിന്നും ജാമിയയിൽ പ്രവേശിച്ച പ്രഥമ വിദ്യാർത്ഥി എന്ന ബഹുമതി കരസ്ഥമാക്കി. റബ്വയിൽ 5 വർഷം താമസകാലത്ത് ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സാമീപ്യം ലഭിച്ചിരുന്നു. ഉസൂർ അദ്ദേഹത്തിന്റെ വിവാഹം മുബല്ലിഗ അഹമ്മദിയത്ത് ഹാജി ഇബ്രാഹിം ഖലീൽ സാഹിബിന്റെ മകൾ സാറ ഖുദ്സിയുമായി നടത്തി. അതിൽ 3 കുട്ടികളുണ്ട്. ഒരു മകൾ വഫാത്തായിട്ടുണ്ട്. ഒരു മകനും മകളും ജീവിച്ചിരിപ്പുണ്ട്. അമേരിക്കയിലാണ് താമസിക്കുന്നത്. 1955 ജാമിയയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അമേരിക്കയിൽ മുബല്ലിയായി നിയമിക്കപ്പെട്ടു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുമ്പോൾ ചില ഉപദേശങ്ങൾ എഴുതിയ ഒരു കത്ത് നൽകുകയുണ്ടായി. ഒരു പകടിയും അതിൽ ഒരു തൊപ്പിയും നൽകി. അതിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം തുന്നിച്ചേർത്തിരുന്നു. അത് ഇതുവരെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ കൈവശമാണത്. അമേരിക്കയിലെ പ്രഥമ പ്രാദേശിക മുബല്ലിഗായിരുന്നു. അമേരിക്കയിൽ ഷിക്കാഗോ, സെന്റ് ലൂയിസ്, മറ്റു പട്ടണങ്ങളിലും മിഷണറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പല സേവനങ്ങളും അമീർ ജമാഅത്താമിദിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സദർ ജമാഅത്തായും മറ്റു കേന്ദ്ര വകുപ്പുകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഖാലിദ് ഉസ്മാൻ സാഹിബിന്റെ മകൾ അസീസയുമായി 2ാമത്തെ വിവാഹം നടന്നു. അതിൽ 2 ആണും 2 പെണ്ണുമുണ്ട്. തബ്ലീഗിന് നല്ല താല്പര്യമുണ്ടായിരുന്നു. ഒരു അവസരവും കൈവിട്ടിരുന്നില്ല. അദ്ദേഹം പ്രസിഡന്റായിരുന്നപ്പോൾ മെൽവാക്കിയിൽ അമേരിക്കൻ അഹമ്മദികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജമാഅത്ത് രൂപീകരിച്ചിട്ടുണ്ട്. അത് അമേരിക്കയിലെ മറ്റു ജമാഅത്തുകളെ അപേക്ഷിച്ച് വലിയ ജമാഅത്താണ്. 1988 ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. മെൽവാക്കിയിൽ ജമാഅത്തിന് പുറത്തും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. 20 വർഷമായി TV പ്രോഗ്രാമിൽ ഇസ്ലാം ലൈവ് എന്ന പേരിൽ വന്നുകൊണ്ടിരുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ആഴ്ചതോറും നടക്കുന്ന തബ്ലീഗ് സ്റ്റാളിൽ കൃത്യമായി പോയിരുന്നു. മരണത്തിനു മുമ്പേ വരെ നഴ്സുകൾക്കും അവസാന നിമിഷം വരെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. 1985-86 യൂണിവേഴ്സിറ്റി ഓഫ് കോൺസിലിൽ പൊതുജനങ്ങൾക്കായി ഒരു വലിയ ജൽസ സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റിയിലുള്ള യുവാക്കളുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. പ്രസംഗിക്കാറുണ്ടായിരുന്നു. ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇസ്ലാമിന്റെ സമാധാന സന്ദേശം എത്തിച്ചു. ലോക്കൽ സ്റ്റേറ്റ് ലീഡർമാരുമായി ബന്ധം വെച്ചു പുലർത്തി. ഞായറാഴ്ച പൊതുജനങ്ങൾക്കായി പരിപാടി വെക്കാറുണ്ട്. അതിൽ അഹമ്മദികൾ കൂടാതെ മറ്റ് മതസ്ഥരും വരികയും പ്രയോജനമടയുകയും ചെയ്തിരുന്നു. സുഹൃത്തുക്കളുടെ അഭിപ്രായവും കേന്ദ്രത്തിന്റെ അനുമതിയോടും കൂടി തന്റെ ഓർമ്മക്കുറിപ്പുകൾ അതിൽ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ
کہ سفروں پر جانے اور سوال و جواب کی مجالس میں بیٹھنے اور باقاعدہ طور پر نوٹ بک میں نوٹس کو درج کرنا شامل تھا. اس کو کتابی صورت میں طبع کروانا تھا. اس غرض کے لیے کئی سالوں کی محنت کے بعد یہ کتاب تیار ہوئی اور اب مرکز کی منظوری سے شائع ہونے والی ہے. مربی سلسلہ ملک فاران ربانی لکھتے ہیں کہ 9 ماہ قبل میری بطور مبلغ یہاں پہلی ملاقات آپ سے ہوئی. میری عمر کم ہونے کے باوجود آپ نہایت محبت سے ملے. پھر جب میں نے آپ سے جماعت ملواکی میں بعض پروگراموں کے متعلق مشورہ کرنا چاہا تو اردو میں مجھے مخاطب ہو کر کہا، مولانا صاحب آپ خلیفہ وقت کے نمائندے ہیں، آپ جو کہیں گے ہم نے صرف اطاعت کرنی ہے. اور بڑا اطاعت کا جذبہ تھا ان میں. شمشاد صاحب بھی لکھتے ہیں کہ امریکہ آیا تو ہمیشہ میں نے انہیں حضرت مسلم موعود کی باتیں سناتے ہوئے پایا. اپنی زندگی کو بھی انہوں نے حضرت مسلم موعود کے ارشادات کے مطابق ڈھالا ہوا تھا. گزشتہ جلسہ سالانہ پر ان کی تقریر بھی حضرت مسلم موعود کی یادوں کے بارے میں تھی، اور یہ کہ آئندہ اور موجودہ نسلیں ان یادوں کے ذریعے کیا پیغام دیں گے. اسلام، احمدیت اور خلافت کے دفاع میں یہ کہنا بے جا نہ ہوگا کہ آپ ہمیشہ احمدیت کی تبلیغ، دفاع اور خلافت کے لیے ایک ننگی تلوار تھے. آپ ہمیشہ احمدیت کی تبلیغ میں سرگرم رہتے تھے. بڑھاپے کی عمر میں بھی جب کہ جسم ناتواں اور نحیف تھا، آپ اکیلے ہی تبلیغ کیا کرتے تھے اور مسٹر تبلیغ کے نام سے مشہور تھے. اللہ تعالیٰ کے فضل سے وہاں کافی لوگ ان کے جنازے میں شامل ہوئے. اور آج کی جنازہ ہے غائب ہے یہ بھی حسن عبداللہ صاحب آف ڈیٹرائٹ کا، یہ بھی امریکن ہے. 30 جنوری 2015 کو ان کی وفات ہوئی. انا للہ و انا الیہ راجعون. 26 نومبر 1929 کو ایک عیسائی گھرانے میں پیدا ہوئے. ان کا پیدائش کا نام ولیم ہنری تھا. 1970 کی دہائی میں ایک احمدی برادر مکرم وہاب صاحب جو کہ ان کے کلاس فیلو تھے، ان کے ذریعے انہوں نے اسلام احمدیت قبول کرنے کی سعادت پائی. قبول اسلام کے بعد ان کا نام حسن عبداللہ رکھا گیا. مرحوم بہت خوبیوں کے مالک ایک فدائی احمدی تھے. قرآن کریم سے بہت محبت تھی. روزانہ تلاوت کرنا ان کا معمول تھا. بتایا کرتے تھے کہ وہ سورہ کہف کی پہلی اور آخری 10 آیات کی مستقل تلاوت کیا کرتے ہیں. نماز جمعہ باقاعدگی سے ادا کرتے تھے. سب سے پہلے مسجد آ کر اپنی خوبصورت آواز میں اذان دیتے. نماز جمعہ کے لیے بہت پہلے آ کر نوافل اور تلاوت قرآن کریم کرتے. بہت صاف ستھرا لباس زیبتن کیا کرتے تھے. ایک دفعہ بیمار ہو گئے تو ہسپتال سے بھی سیدھے جمعہ کا وقت تھا، جمعہ کے لیے مسجد میں آ گئے گھر جانے کے بجائے. ڈیٹرائٹ میں مسجد کو آگ لگ گئی تھی، دوبارہ تعمیر کی گئی. اس دوران انہوں نے نہایت اخلاص سے افراد جماعت کے لیے اپنا گھر پیش کیے رکھا تاکہ وہ نماز جمعہ ان کے گھر میں ادا کرتے رہیں. سلسلہ کی کتب و رسائل بہت شوق سے پڑھتے. آپ ان خاص لوگوں میں سے تھے جن کی روحوں میں سچائی کے لیے ایک تڑپ تھی، اور اسی وجہ سے حضرت مسیح موعود علیہ السلام کے پیغام کو قبول کرنے کی توفیق پائی اور آخری لمحے تک اپنا عہد بیعت کو نبھایا. ان کی اہلیہ وفات پا چکی ہیں، بچے تو ان کے احمدی نہیں ہیں. اللہ تعالیٰ مرحوم سے مغفرت و رحم کا سلوک فرمائے. سب مرحومین سے ان کے درجات بلند فرمائے. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله،
إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.